മരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ചിരിക്കേണ്ടത്. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലുക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അം തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ. ഒരു മഹാൻ പറയുകയാണ്, വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലുക യൽഹഖൂന സുറൂറാ. വലദത്ക ഉമ്മുക, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച ദിവസം. വലദത്ക ഉമ്മുക യബ്ന ആദമോ മനുഷ്യ, ബാക്കിയാ നീ കരച്ചിലായിരുന്നു. നീ ജീവിതത്തിലോട്ട് വന്നപ്പോ കരച്ചിലായിരുന്നു. നീ കരയുകയാണ്, നീ കരച്ചിലാണ്. നീ കരഞ്ഞുകൊണ്ടാണ് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ആലമുൽ അജ്സാദ് എന്ന ഈ ഭൗതിക ലോകത്തേക്ക് നിന്റെ പ്രയാണം ആരംഭിച്ചത്. ആ സമയത്ത് എന്താ 4 ഭാഗങ്ങളിൽ നടന്നതെന്നറിയോ? നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പ ചിരിക്കുകയാണ്. നിന്നെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ പേറ്റുനോവിന്റെ വേദന മറന്നിട്ട് ചിരിക്കുകയാണ്. നിന്റെ ഉപ്പുപ്പ ചിരിക്കുന്നു, നിന്റെ ഉമ്മുമ്മ ചിരിക്കുന്നു. എന്തെന്നറിയോ? എന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞു പിറന്നിരിക്കുകയാണ്, എന്റെ വീട്ടിൽ ഒരു കുട്ടി പിറന്നിരിക്കുകയാണ്. ഇന്നെനിക്ക് എന്റെ വീട് ഉത്സവ ലഹരിയാണ്. ഒരു കുഞ്ഞെനിക്ക് പിറന്നു. എത്ര കൊല്ലം കഴിഞ്ഞോ മക്കളില്ല. ഇപ്പൊ ഇതാ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചിരിക്കുകയാണ്. അവരിൽ ലഡു മിഠായി വിളംബരം വിതരണം ചെയ്യുന്നു. അവര് സന്തോഷം പങ്കിടുന്നു. എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നു, എന്റെ ഭാര്യ പ്രസവിച്ചു, എന്റെ മകള് പ്രസവിച്ചു, എന്റെ പെങ്ങള് പ്രസവിച്ചു. ഈ മെസ്സേജുകൾ എല്ലാവരും കണ്ട് സന്തോഷിക്കുന്നു. എല്ലാവരും കൺഗ്രാജുലേഷൻ പറയുന്നു. അപ്പോഴും കുട്ടിയുടെ അവസ്ഥ എന്താണ്? വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ. ആ കുഞ്ഞ് കരച്ചില് തന്നെ, ആ കുട്ടി കരച്ചില് തന്നെ. എന്തുകൊണ്ട്? എന്നെ ഉൾക്കൊള്ളാൻ ഒരു ജനത ഇല്ലാത്തതിന്റെ പേരിലല്ല. അവരൊക്കെ സന്തോഷത്തിലും ആനന്ദ തുന്തിലരുമാണ്. പക്ഷേ ഇന്ന് ഞാൻ കരയുമ്പോ അവര് ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ കരയുമ്പോ അവര് ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവര് കരയുമ്പോ അവര് ചിരിക്കുമ്പോ ഞാൻ കരയുകയാണ്. അതുകൊണ്ട് കവി പറയുന്നു, ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ.